അടുത്തത് വെൽക്കം സ്പീച്ചാണ്. തന്റെ ജീവിതത്തിന്റെ യൗവനകാലത്ത് ഭാരത സൈന്യത്തിന്റെ ഭാഗമായിരുന്ന സൗമ്യതയുടെ വ്യക്തിത്വം കഴിഞ്ഞ 2 വർഷത്തെ SKCയെ നയിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത വ്യക്തി ഞങ്ങളുടെ പ്രിയപ്പെട്ട ശ്രീ ബേബി ജോസഫ് കാറ്റാക്കുടലിനെ സ്വാഗത പ്രസംഗത്തിനായി ക്ഷണിച്ചുകൊടുക്കുന്നു. KCCയുടെ അമരക്കാരൻ ശ്രീ ജോസഫ് റഹൽ, ഇന്നത്തെ ഈ സമ്മേളനത്തിന്റെ മുഖ്യാതിഥി നമ്മുടെ അതിരൂപതയുടെ സഹായകനായ ജോസഫ് മണ്ടാരശ്ശേരി, അതിരൂപത ഉൾമുറയ സംഘടന KCCയുടെ പ്രസിഡന്റ് ബാബു സാർ PM, KCCയുടെ ഭാരവാഹികളായ സെക്രട്ടറി ജോസഫ്, വൈസ് പ്രസിഡന്റ് ജിജോ, സെക്രട്ടറി ടോമി തോമസ്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഷിബി ജോർജ്, ലിജോ ജോസഫ്, KCW പ്രസിഡന്റ് സൈരൻ ചേച്ചി, യുവാക്കളുടെ സാന്നിധ്യമായ അനീന ജേക്കബ്, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്ന ജ്ഞാനായ മിഷനിലെ മുഴുവൻ വികാരികളും, അത് ഇബ്രാഹിം, ഫാദർ പ്രിൻസ്, ഫാദർ ഡാനിഷ്, പിന്നെ കുഷിയാനയുടെ മുഴുവൻ ഭാഗം എത്തിച്ചേർന്ന പ്രിയ സഹോദരി സഹോദരങ്ങളെ, വളരെയധികം സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. ഒരുപാട് കാലങ്ങളായി സിഡ്നിയിൽ എന്താണ് കൺവെൻഷൻ നടത്തുന്നത് എന്നുള്ള ചോദ്യങ്ങളായിരുന്നു ഞങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. പരിരക്ഷകരുടെ ഞങ്ങളുടെ ഭരണസമിതി പരിഹാരത്തിന്റെ ഏറ്റവും തന്നെ എല്ലാവരും പറഞ്ഞത് വേവിച്ച കൺവെൻഷൻ പിടിച്ചോടെ. ഞാൻ പറഞ്ഞു നോക്കാം. പിന്നീടാണ് മറ്റൊരു ലക്ഷ്യത്തിലൂടെ KCC ഭരണസമിതി ശ്രീ ജോസഫ് ഇബ്രാഹിമിന്റെ നേതൃത്വത്തിൽ അധികാരം കഴിഞ്ഞത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, KCC 2 വർഷങ്ങൾ കൂടുമ്പോൾ കൺവെൻഷനുകൾ നടത്താറുണ്ട്. അപ്പോൾ കൺവെൻഷനുകൾ നടത്തുമ്പോൾ അദ്ദേഹത്തിന് യൂണിറ്റ് ആയിരിക്കും നടത്തുന്നത്. അപ്പോൾ അവര് ചോയ്സ് ചോദിച്ചു, ഞങ്ങൾ കൊടുത്തു, ഞങ്ങൾ തന്നെ കൃത്യമായി കണ്ടു. ഏതാനും മാസം മുമ്പാണ് ഈ കൺവെൻഷൻ നടത്താൻ വേണ്ടി ഞങ്ങൾ അത്രയും കമ്മിറ്റികൾ രൂപീകരിച്ചു. എല്ലാവരും ഈ അവധിക്കാലമായിട്ട് ഒരാളും ഉള്ളിലേക്ക് പോയില്ല. എല്ലാവരും ഇവിടെയായി. സിഡ്നിയിലെ മുഴുവൻ ആൾക്കാരും ഉറക്കമൊഴിച്ച് വളരെയധികം തയ്യാറെടുപ്പുകൾ നടത്തിയാണ് ഈ കൺവെൻഷൻ കൊണ്ടുപോയത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ പല കൺവെൻഷനുകൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ കൺവെൻഷൻ പ്രത്യേകത കൊണ്ട് നേരത്തെ ഷിനുവേശി പറഞ്ഞതുപോലെ നമ്മുടെ കൊച്ചുപിതാവ് 12 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു ഗ്രാനായ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഓസ്ട്രേലിയയിൽ. പിന്നെ വൈദികത്തിൽ മനോഹരമായി കാണും, മനോഹരമായ കുർബാന നടത്തും. അതിൽ പങ്കെടുക്കുന്നത് മുഴുവൻ നമ്മുടെ ഗ്രാനായ മിഷനുകളിലെ അച്ഛന്മാരാണ്. എത്ര മനോഹരമായാണ് ഈ കർമ്മം ഇവിടെ നടന്നത്. ഇതെല്ലാം നമ്മുടെ ഐക്യവും തനിമയും നമ്മളെല്ലാവരും ഒന്നിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന, എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന കാര്യമാണ്. എല്ലാവരും ആഗ്രഹിച്ചതും അത് തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സുഹൃത്തുക്കളെ, നമ്മളെല്ലാവരും ദൈവത്തിന്റെ പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ട ജനമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഗ്രാനായക്കാരെ 772 കുടുംബം 7345 കൊടുങ്ങല്ലൂരിൽ വന്നിറങ്ങിയ 50 നമ്മളെല്ലാവരും ദൈവത്താൽ പരിപാലിക്കപ്പെട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കുടിയേറ്റത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ പല രാജ്യങ്ങളിലേക്ക് കടന്നുപോയി. അത് ഓസ്ട്രേലിയയിലും മുന്നേറിയിരിക്കുകയാണ്. ഓസ്ട്രേലിയയിലും ഒട്ടനവധി ഗ്രാനായക്കാർ വസിക്കുന്നുണ്ട്. ഇന്നത്തെ ഈ സമ്മേളനത്തിന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് 1600 പേര് രജിസ്റ്റർ ചെയ്തത്. ഇത്രയധികം അഭൂതപൂർവമായ ഒരു ആവേശം ഞാൻ കണ്ടിട്ടില്ല ഇതിനു മുമ്പ് എവിടെയും. നിങ്ങൾ കാണിച്ച ആ സ്നേഹത്തിലും സഹകരണത്തിലും ഞങ്ങൾ പ്രത്യേകിച്ച് നന്ദി പറയുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ജനമായ നാം ദൈവത്തിന്റെ കരങ്ങളിൽ സംരക്ഷിതരാണ്. ഈ സമുദായത്തെ നശിപ്പിക്കുവാനോ അതിനെ ഇല്ലാതാക്കുവാനോ ഒരാൾക്കും സാധിക്കുകയില്ല എന്ന് വ്യക്തമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടി ആര് ശ്രമിച്ചു കഴിഞ്ഞാലും നമ്മുടെ കാരണവന്മാരെ നമുക്ക് നൽകിയ ആ പാരമ്പര്യത്തിന്റെ ഒരു പൈതൃകമുണ്ട്. അത് നമ്മൾ ധീരമായി അത് മുന്നോട്ട് കൊണ്ടുപോകും. വളർന്നു വരുന്ന നമ്മുടെ നമ്മുടെ കുടുംബങ്ങൾക്ക്
കാണിച്ചു കൊടുക്കും. അതാണ് നമ്മുടെ കടമ. ഇത്രയും കാലം നമ്മളെ പരിപാലിച്ചു കൊണ്ടുവന്ന നമ്മൾ കാത്തു സൂക്ഷിച്ച നമ്മുടെ പൈതൃക സംസ്കാരവും കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ് എന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി KCCOയുടെ പ്രസിഡന്റ് ശ്രീ ജോസഫ് റഹാം ഒരു ദിവസം പല പ്രാവശ്യം സംസാരിച്ച സുഹൃത്തുക്കളെ പോലെ രാത്രി 12 മണി 1 മണി 2 മണി ഒരു ഇതുമില്ല. ഞാൻ കൃത്യമായി മറുപടി കൊടുക്കും. കാരണം എനിക്ക് എന്നെ സഹായിക്കാൻ ശക്തിയിൽ എപ്പോഴും ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാം ഞാൻ അപ്ഡേറ്റ് ചെയ്യും. ന്യൂസിനെ കിട്ടുന്ന കാര്യം എനിക്ക് പറഞ്ഞു തരും. അങ്ങനെ ഇന്ന് ഇവിടെ ഇന്ന് ദേവസ്ഥയിൽ ഈ കൺവെൻഷനെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പൊ ഈ കൺവെൻഷന്റെ നടത്തുകാരനായ ഈ KCCOയുടെ നടത്തുകാരനായ KCCO പ്രസിഡന്റ് ശ്രീ ജോസഫ് റാമിനെ ഈ സിറ്റിയുടെ പേരിൽ ഈ പൈതൃകം 2024 പേരിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചിട്ട് ചേർന്ന് കൊച്ചുവിധവാനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. അദ്ദേഹത്തെ കണ്ണൂർ ധർമ്മനിയിൽ പോയി ക്ഷണിച്ചത് ഞാനാണ്. അപ്പോൾ അദ്ദേഹം വളരെയധികം കാര്യങ്ങൾ ഞങ്ങളോട് സംസാരിച്ചു. എങ്ങനെയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, യൂത്തിൻ്റെ ക്ലാസ് വേണം, അല്ലെങ്കിൽ പേരൻസിൻ്റെ ക്ലാസ് വേണം എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ നൽകി. അതെല്ലാം ഞങ്ങൾ അനുസരിച്ചിരിക്കുകയാണ്. വളരെയധികം സന്തോഷത്തിൽ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന നമ്മുടെ കൊച്ചുപിതാവ് ജോസഫ് പുല്ലാനശ്ശേരി സപ്നിക്കാനായ കാതലിക് അസോസിയേഷൻ്റെയും പൈതൃക 2024 പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സമുദായ സംഘടനയുടെ അധ്യക്ഷൻ ബാബു സാറിന് വളരെയധികം തിരക്കുള്ള ഒരു വ്യക്തിയാണ്. പിന്നെ അധ്യാപകനായിരുന്നു. അധ്യാപന ജോലി കഴിഞ്ഞതിന് ശേഷവും അദ്ദേഹം പല കാര്യങ്ങളിൽ വ്യാപൃതനാണ്. എങ്കിലും നമ്മുടെ സമുദായ സംഘടനയെ നയിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ എത്തിച്ചേർന്നത്. ബാബു സാറിനും പ്രത്യേകമായ പിന്നെ നമ്മൾ പ്രത്യേകിച്ച് സ്വാഗതം പറയേണ്ട കാര്യമില്ല. എങ്കിലും നമ്മൾക്കെല്ലാം സുപരിചിതനാണെങ്കിലും അദ്ദേഹത്തെയും ഈ 2026 സ്വാഗതം ചെയ്യുന്നു. അതുപോലെ KCCOയുടെ സെക്രട്ടറി ജോസ് പിയേട്ടൻ വളരെയധികം തിരക്ക് പിടിച്ച സമയങ്ങളിലൂടെയാണ് കടന്നുപോയത്. ഈ കൺവെൻഷന്റെ കാര്യത്തിൽ വളരെയധികം ആകുലചിത്രമായിരുന്നു ചില സന്ദർഭങ്ങളിൽ. എങ്കിലും തന്മയത്വത്തോട് ഇതെല്ലാം നേരിട്ട് കൺവെൻഷൻ ഇന്ന് വരെ ഇവിടെ എത്തിച്ചേർന്ന് നമുക്ക് 3 ദിവസം നയിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുണ്ടായിരുന്നു. അദ്ദേഹത്തെയും ഈ സമ്മേളനത്തിലേക്ക് ക്ഷണിക്കുകയാണ്. സ്വാഗതം ചെയ്യുക. നമ്മുടെ സമയക്കുറവുകൊണ്ട് എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല. നമ്മുടെ വൈസ് പ്രസിഡന്റ് നിജോ, പിന്നെ സെക്രട്ടറി ഡോൺ, സെക്രട്ടറി ടോബി തോമസ്, നിജോ, പിന്നെ നമ്മുടെ എല്ലാവരുടെയും ലേഡീസ് വിങ്ങിന്റെ പ്രസിഡന്റ് സെലിൻ ചേച്ചി, പിന്നെ നമ്മുടെ യുവാക്കളെ നയിക്കുന്ന യുദ്ധത്തിന്റെ പ്രതീകമായ അനീന, ഇവരെ എല്ലാവരെയും ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
വിശിഷ്ട വ്യക്തികളായി പങ്കെടുക്കുന്ന ജ്ഞാനായ മിഷനുകളുടെ വൈദികരാണ്, അവർ സദസ്സിലാണ് ഇരിക്കുന്നത്. നമ്മുടെ ജോസഫ് അച്ഛനോട് ഞങ്ങളുടെ മിഷന്റെ ഡയറക്ടർ വികാരി ഞങ്ങളെക്കാൾ കൂടുതലായിട്ടാണ് ഓരോ പ്രസംഗത്തിലും ഓരോ ഞായറാഴ്ചയും പൈതൃകം 2026 പൈതൃകം 2026 വിജയിപ്പിക്കുന്നത് വരുന്നത്. നമ്മൾ ആതിഥേയരാണ്, വരുന്നവർക്ക് വിധേയരാണ്. അവർക്ക് യാതൊരു കുറവും ഉണ്ടാകാതെ നമ്മളെ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുകയും ബഹുമാനിക്കണം. അപ്പം അങ്ങനെ ഈ കൺവെൻഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഫാദർ എബ്രഹാം പുതുക്കുളത്തിനെ ഈ സമ്മേളനത്തിലേക്ക്, ഈ മഹാകൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുക. അല്പകാലം സിഡ്നി ജ്ഞാനായ മിഷന്റെ വികാരി ആയിരുന്ന ദാനിഷ് അച്ഛൻ കാൻബറയിൽ നിന്നും എല്ലാ ഞായറാഴ്ചയുടെ പട്ടിക ഒഴിച്ചുമെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അദ്ദേഹവും നമ്മുടെ സമുദായത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. സിഡ്നി ജ്ഞാനായ കത്തോലിക്ക അസോസിയേഷന്റെ ഒരു അവിഭാജ്യ ഘടകമാണ് എന്ന് വേണമെങ്കിൽ പറയാം. സപ്പോർട്ടറാണ്. അദ്ദേഹത്തെയും ഈ സംഘടനാ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ബ്രിസ്ബനിൽ നിന്നും വളരെയധികം യാത്ര ചെയ്ത് എത്തിച്ചേർന്ന ഈ സമ്മേളനത്തിന് എല്ലാ പിന്തുണയും നൽകിയ ഫാദർ പ്രിൻസിനും KCCO കൺവെൻഷൻ പൈതൃകത്തിൻ്റെയും സിഡ്നി ജ്ഞാനായ കത്തോലിക്ക അസോസിയേഷൻ്റെ പേരിൽ സ്വാഗതം അർപ്പിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കുമാണ് കോഷിയാരുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നു. വളരെയധികം സന്തോഷത്തോടെയാണ് എല്ലാവരും എത്തിച്ചത്. അല്പം കുറവുകളൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ അനുഭവപ്പെട്ടിരിക്കുക, സതീഷ് ക്ഷമിക്കുകയാണ്. ഇവിടെ എത്തിച്ചേർന്ന് ഈ സമ്മേളനം വിജയിപ്പിക്കുവാൻ സന്മനസ് കാണിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും സിഡ്നി ജ്ഞാനായ കത്തോലിക്ക അസോസിയേഷന്റെയും പൈതൃകം 2026 ഹൃദയം നിറഞ്ഞ സ്വാഗതം നൽകുന്നു. അടുത്തതായി എന്റെ പ്രിയപ്പെട്ട സിഡ്നി ജ്ഞാനായ കത്തോലിക്ക അസോസിയേഷൻ മെമ്പേഴ്സ്, അവര് അതിഥികളല്ല, അവർ ആതിഥേയരാണ്. ഇത് എന്റെ ഈ സംസാരം അവർ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. എല്ലാവരും പലരും ജോലികളാൽ ഈ കുട്ടിന്റെ പുറകിലുള്ള മത്സരത്തിലാണ്. വളരെയധികം കഷ്ടപ്പെട്ടാണ് ഈ സമ്മേളനത്തിനെ വിജയകരമാക്കുവാൻ അവർ ശ്രമിച്ചത്. അവരെയും എല്ലാവരെയും ഞങ്ങൾ ഈ കൺവെൻഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇനിയുള്ള 2 രാത്രികളും 2 പകലും നമുക്ക് മനോഹരമാക്കാം. ജ്ഞാനായ തനിമയിലും ഐക്യത്തിനും ജ്ഞാനായ പാട്ടുകളാലും നമ്മുടെ സമുദായത്തിന്റെ ആചാരങ്ങളാലും നിഷ്ഠാലങ്ങളാലും വളരെ സമ്പന്നമാക്കാം. എല്ലാവരെയും ഒരിക്കൽ സ്വാഗതം ചെയ്തുകൊണ്ട്